IT വകുപ്പിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി രാജീവ് ചന്ദ്രശേഖർ നിയമിക്കപ്പെടും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. ആ വകുപ്പിന് പകരക്കാരനായി ഒരു മന്ത്രിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം പ്രാഗൽഭ്യം രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ചതാണ്. മോദിയുമായും BJPയുമായും അടുത്ത ബന്ധമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ രാജീവ് നിതിൻ ഗഡ്കരിയെ പോലെ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ രാജീവ് മന്ത്രിസഭയിൽ ഉണ്ടാകും. സ്വതന്ത്ര ചുമതലയാണോ ക്യാബിനറ്റ് റാങ്കാണോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ കഴിയൂ. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തെ കുറിച്ച് ചില സ്വപ്നങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉണ്ടാക്കിയെടുത്തു. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുക, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് രാജീവ് ചില പദ്ധതികൾക്ക് രൂപം കൊടുത്തിരുന്നു. രാജീവിന് നല്ലൊരു റിസർച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ആ റിസർച്ച് ഗ്രൂപ്പ് തിരുവനന്തപുരത്തെ മുഖം മിനുക്കി എടുക്കാനുള്ള പദ്ധതികളുടെ രൂപീകരണത്തിലായിരുന്നു. അപ്പോഴാണ് രാജീവ് മന്ത്രിസഭയിൽ ഇല്ലാതായത്. അതിന് യഥാർത്ഥ കാരണം തോൽവിയല്ല, TDPയുടെ മന്ത്രിസഭാ പ്രവേശനമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ഘടകകക്ഷികൾക്ക് കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ IT വകുപ്പ് വേണം എന്ന് TDP വാശി പിടിച്ചാൽ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കും?